Praise the Lord. ദൈവത്തിന് മഹത്വം. What a joy to be here this morning again worshiping with the family of God ഈ here. പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ദൈവത്തെ ആരാധിച്ച് ദൈവ കുടുംബത്തോടൊപ്പം ആയിരിക്കുവാൻ കഴിയുന്ന എത്ര വലിയ സന്തോഷമാകും. That should tell you we love you and we miss you all. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് അതായത് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കുറിച്ച് ഇടയ്ക്ക് ഓർക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. And I'm sure you'll love us and miss us too. എനിക്ക് ഉറപ്പാണ് നിങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. And I just want to wish every one of you a very wonderful Happy Father's Day to all the fathers that are here. ഇന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും നല്ല ഒരു പിതാക്കന്മാരുടെ ദിവസം ആശംസിക്കുന്നു. And I really believe God's hand is upon fathers. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ കരം പിതാക്കന്മാരുടെ മേലുണ്ട്. It's not an easy job. അതൊരു എളുപ്പത്തിലുള്ള ജോലിയല്ല. But it's a God job. എന്നാൽ അത് ദൈവത്തിന്റെ വേലയാകും. And it's a God job. അത് ദൈവത്തിന്റെ വേലയാകുന്നുവെങ്കിൽ it's a good job. അത് നല്ല വേലയാണ്. Hallelujah. Hallelujah. God will not entrust us with anything that we can't handle. ദൈവം നമുക്ക് ചെയ്യുവാൻ കഴിയാത്തതൊന്നും നമ്മെ ഏൽപ്പിക്കുകയില്ല. The Bible says in Romans in chapter 8 and verse 15. തിരുവചനം റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. For you have not received a spirit of slavery leading to fear again. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. But you have received a spirit of adoption as sons by which we cry Abba Father. എന്നാൽ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവത്രേ പ്രാപിച്ചത്. Abba Father. അബ്ബാ പിതാവേ. What a powerful title. എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു തലക്കെട്ടാണ്. When you look at the scripture, Abba Father is pitched against fear. അപ്പോൾ ഈ ഒരു തിരുവചനം നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത് ഈ അബ്ബാ പിതാവേ എന്നുള്ള പദവി ഭയത്തിന് എതിരായിട്ടാകുന്നു നിർത്തിയിരിക്കുന്നത്. I was listening to each one of those reasons why your parent is a superhero. ഞാൻ അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ ഒരു സൂപ്പർ ഹീറോ ആണെന്നുള്ളതിന്റെ ഓരോ കാരണവും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And every one of those points is in my notes today. കാരണം ആ പോയിന്റുകളെല്ലാം എന്റെ നോട്ട്സിൽ നിന്നുണ്ട്, including the oats part. ആ ഓട്സിന്റെ കാര്യവുമുണ്ട്. Because it's amazing the grace of God upon fathers. കാരണം പിതാക്കന്മാരുടെ മേലുള്ള ആ കൃപ അത് വലിയ കാര്യമാണ്, ആശ്ചര്യമാണ്. In a lot of today's Christian faith, ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരുപാട് God is addressed as a father. ദൈവം പിതാവേ എന്ന് വിളിക്കപ്പെടുന്നു. Because God actively engages with his creation. കാരണം തന്റെ സൃഷ്ടിയുമായിട്ട് ദൈവം സജീവമായി ഇടപെടുന്നു. And he wants to be there for us, and he wants to respond to our needs, and he wants to let us know that we are loved. ദൈവത്തിന്റെ ആഗ്രഹം നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കുവാനായിട്ടും നമുക്ക് വേണ്ടി ആകുവാനും ഇടപെടുവാനും നമ്മുടെ ആവശ്യങ്ങളിൽ സന്നിഹിതനുമാകുവാനാണ്. The Bible is very unique when the Bible presents God as a triune God, a Father, Son and the Holy Spirit. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവമായിട്ട് ഈ തിരുവചനം ഈ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. A commanding Father, അവിടെ കൽപ്പിക്കുന്നതായിട്ടുള്ള പിതാവ്, an obedient Son, അനുസരിക്കുന്നതായിട്ടുള്ള പുത്രൻ, and a glorious Holy Spirit. അതോടൊപ്പം തന്നെ തേജസ്സുള്ള പരിശുദ്ധാത്മാവ്. But more than a commanding Father, God is represented as a loving Father. എന്നാൽ കൽപ്പിക്കുന്ന പിതാവിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന പിതാവായിട്ടാകുന്നു ഈ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. And because God represents himself as a father, ഈ ദൈവം തന്നെ തന്നെ പിതാവെന്ന് വെളിപ്പെടുത്തുന്നത് കൊണ്ട് that is why I believe our job as fathers is the best job in the whole world. അതുകൊണ്ടാകുന്നു ഞാൻ വിശ്വസിക്കുന്ന പിതാക്കന്മാരായിരിക്കുന്ന ഞങ്ങളുടെ വേല ഏറ്റവും മികച്ച വേല ഈ ലോകത്തിലായിരിക്കും. When I was coming this way, I was thinking I should ask the church, what do you think is your dream job? അപ്പോൾ ഈ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സഭയോട് ചോദിക്കണം ഞാൻ വിചാരിച്ചു, നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ആ ജോലി എന്താണ്? What do you think should be a dream job? നിങ്ങളുടെ സ്വപ്നതുല്യമായിട്ടുള്ള ആ ജോലി എന്താണ്? And I'm sure somebody would say some job or another job, oh, that would be my dream job. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പറയുമായിരിക്കാം ആ ജോലി അല്ലെങ്കിൽ ഇന്ന ജോലി എന്നൊക്കെ പറയുമായിരിക്കാം. A few months ago I asked my dad, he's 86 now, and I asked him, would you like to go and join Harvard for a business program? അല്പമാസങ്ങൾക്ക് മുമ്പാകെ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് ഇപ്പോൾ 86 വയസ്സാണ്. ഞാൻ ചോദിച്ചു, ഹാർവാർഡിൽ പോയി ഒരു ബിസിനസിന്റെ കോഴ്സ് ചെയ്യാൻ ഇഷ്ടമാണോ? He said, "Poda." He said ഇല്ല പൊയ്ക്കോ. You know why he said that? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? At that age that doesn't interest him. കാരണം ആ പ്രായത്തിൽ അതിന് യാതൊരു വിധമായുള്ള സാധ്യതയുമില്ല. But if you know my dad, എന്നാൽ എൻ്റെ പിതാവിനെ അറിയുമെങ്കിൽ at 86 even now, 86-ാമത്തെ വയസ്സിൽ ഇപ്പോഴും he comes driving 100 kilometers from the village, ആ ഗ്രാമത്തിൽ നിന്ന് 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരുന്നു, with a car full of chakka and manga and motta and pala and all of those things from the village. ആ ഗ്രാമത്തിൽ നിന്നുള്ള
ചക്കയും മുട്ടയും പാലും എല്ലാം എടുത്തോണ്ട് വരികയാണ്. He resigned a good job that he had in Kuwait at the age of 49. 49 വയസ്സായിരുന്നപ്പോൾ തനിക്ക് നല്ല ഒരു ജോലി കുവൈറ്റിൽ ഉണ്ടായിരുന്നത് താൻ അത് രാജിവെച്ചു. People told him he was a fool to resign that job and come back to India. വ്യക്തികൾ പറഞ്ഞു ആ ജോലി രാജിവെച്ച് നീ ഇന്ത്യയിലേക്ക് വന്ന നീ മണ്ടനാണെന്ന് പറഞ്ഞു. He said, if my sons are and my children are in India, I want to be where they are. അദ്ദേഹം പറഞ്ഞു എന്റെ മക്കൾ ഇന്ത്യയിലാണെങ്കിൽ അവരെവിടെ ആയിരിക്കുന്നുവോ അവിടെ ആകുവാൻ ഞാൻ തീരുമാനിക്കുന്നു ആയിരിക്കുന്നു. And he said, I also have a mother I need to take care of, so I want to go back and take care of her. അതോടൊപ്പം തന്നെ എന്റെ അമ്മയെ പരിപാലിക്കുവാനുമായിട്ട് ഞാൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നു. He gave up a secular job at the age of 49. In those days in the Middle East, no one lost their job. അപ്പോൾ 49 വയസ്സായിരുന്നപ്പോൾ തനിക്ക് ആ സമയത്ത് ആ ജോലി താൻ രാജിവെക്കുകയാണ്. അന്നത്തെ കാലത്തൊന്നും അവിടെ ജോലി പോകുന്ന പ്രശ്നമൊന്നുമില്ല. But he gave up that job, came down to India and lived here. എന്നാൽ അന്ന് ആ ജോലി വിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. And what I noticed about him, even though he gave up his secular job, he never gave up his heavenly job. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് താൻ ആയിരുന്ന ആ ജോലി രാജിവെച്ചെങ്കിലും ശരി സ്വർഗം തന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തമോ വേലയോ താൻ നിർത്തിയില്ല. He came here and he continued to be a father to us. അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളുടെ പിതാവായി തുടർന്നു. At age 86, he's still a father. 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്നും ഒരു പിതാവായിരിക്കും. Until his dying day, until God calls him home, he will continue to be a father. ദൈവം അദ്ദേഹത്തെ ദൈവഭവനത്തോട് ചേർക്കുന്നത് വരെയും അദ്ദേഹം പിതാവായി കൊണ്ടിരിക്കും. Because that is the direct representation of God the Father here on earth. കാരണം അത് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെതായിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആ പ്രതിനിധിത്വമാകുന്നു ഈ ഭൂമിയിൽ. When you look at the first mention of fatherhood in the Bible, God is a father in the Bible. പിതാവ് എന്ന ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ പരാമർശം തിരുവചനത്തിൽ നോക്കുമ്പോൾ You see in Exodus in chapter 4 verse 22-23. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 22-23 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ The Bible says, then you shall say to Pharaoh, thus says the Lord, Israel is my son, my firstborn. So I said to you, let my son go that he may serve me, but you have refused to let him go, and I will kill your son, your firstborn. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ തന്നെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. God represents himself as a father. ദൈവം തന്നെ താൻ പിതാവ് എന്ന രീതിയിൽ വെളിപ്പെടുത്തുകയാണ്. I used to wonder why God represents himself as a father. ഞാൻ ദൈവം എന്തുകൊണ്ട് അങ്ങനെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട്. I think the title God is most proud of is father. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പദവി എന്ന് പറയുന്നത് തന്നെ പിതാവ് എന്നുള്ളതാകും. Of course, he is El Shaddai, Almighty One. തീർച്ചയായിട്ടും എൽ ഷദായ് ആകുന്നു ഈ യഹോവ, അതായത് സർവശക്തനായ ദൈവം. He is Adonai, he is master. അഡോനായ് യജമാനനാകുന്നു, കർത്താവാകുന്നു ദൈവം. He is omnipresent one. ദൈവം സർവവ്യാപിയാകുന്നു. There are many names used to express of God. ദൈവത്തെ കുറിച്ച് പറയുന്ന അനേക നാമങ്ങളുണ്ട്. But the one that Jesus was introducing in Romans 8, he says, oh, what, God has given us a spirit by which we can call him Abba, Father. എന്നാൽ യേശു ഈ പ്രകാരം ഈ റോമാലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. We see Jesus taught us to call him Father. പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് യേശു നമ്മെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. He teaches us to pray to our Father, which means if we have a petition, ask the Father. അതായത് നമുക്ക് ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ അത് പിതാവിനോട് ചോദിക്കുവാനായിട്ട് യേശു പഠിപ്പിക്കുകയാണ്. In many homes, children are afraid of their father. If there's any petition, they will go to the mother. പല ഭവനങ്ങളിലും കുഞ്ഞുങ്ങൾ ഒരു ആവശ്യമുണ്ടെങ്കിൽ പിതാക്കന്മാരോട് പറയാനായിട്ട് ഭയമാണ്, അമ്മമാരോടാണ് പറയുന്നത്. But then God is also mother. എന്നാൽ ദൈവം ഒരു മാതാവുമാകും. Because the motherhood of God is also what mothers need to go after. കാരണം ഈ ദൈവത്തിൻ്റെതായുള്ള ആ മാതൃത്വം അതിനു പുറകെ ആകുന്നു മാതാക്കളും പോകേണ്ടത്. We see the Bible says that as a father he answers our prayer. നാം തിരുവചനത്തിൽ നിന്ന് കാണുന്നു ഒരു പിതാവിനെ പോലെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. You see, the beauty about this is that God the Father has made himself God our Father, and that is because he personally, emotionally and sacrificially is involved with us. നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം ഈ പിതാവാകുന്ന ദൈവം നമ്മുടെ പിതാവായി തന്നെത്താൻ മാറ്റിയിരിക്കുകയാകുന്നു. കാരണം ഈ ദൈവം വ്യക്തിപരമായും വൈകാരികമായിട്ടും എന്നാൽ ത്യാഗത്തോടുകൂടെയും ഈ ദൈവം നമ്മുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. Tim Keller, a man of God who passed away recently, wonderful man of God, he helps us understand to see God as our Father in this way.
ഈ ടിം കെല്ലർ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ ഈ അടുത്ത് അദ്ദേഹം ദൈവഭവനത്തിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ദൈവത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. He says the only person who dares to wake up a king at 3 a.m. in the morning for a glass of water is a child. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അതായത് ഒരു രാജാവിനെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽപ്പിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളത്തിന് എഴുന്നേൽപ്പിക്കാൻ ധൈര്യമുള്ള ഏക ആള് അത് ആ രാജാവിന്റെ മകൻ മാത്രമാണ്. And that is the heart of God when it comes to the kind of access we have to God. അതാകുന്നു ദൈവത്തിന്റെ ഹൃദയം നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള ആ ഒരു വഴിയെ കുറിച്ച് പറയുമ്പോൾ. What is our confidence that we can go to God? Because he said, I am your father. ദൈവത്തിന് നമ്മുടെ പിതാവാകുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് വലിയ ഉറപ്പ് ദൈവത്തിങ്കിലേക്ക് ധൈര്യത്തോടുകൂടെ ചെല്ലുവാനായി. A wonderful man of God, J.I. Packer, said like this. J.I. Packer എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, to those who are Christ's, ക്രിസ്തുക്കളായിരിക്കുന്നവർ, to those who are Christ's, belong to God. ക്രിസ്തുവിന്റേതായിരിക്കുന്നവരെ സംബന്ധിച്ച് the holy God is a loving father. ഈ വിശുദ്ധനായിരിക്കുന്ന ദൈവം ഒരു നല്ല പിതാവാകുന്നു. They belong to his family. അവർ ഈ ദൈവത്തിന്റെ കുടുംബത്തിന്റേതാകുന്നു. They may approach him without fear. ഒരു ഭയവുമില്ലാതെ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് അവർക്ക് ചെല്ലുവാൻ കഴിയും. They can be sure of a fatherly concern. അവർക്ക് ഈ പിതാവിന്റെ കരുതൽ ലഭിക്കുമെന്നുള്ളത് ഉറപ്പുമാണ്. This is the heart of the New Testament message. ഇതാകുന്നു പുതിയ നിയമ സന്ദേശത്തിന്റെ ഹൃദയം. That is why Jesus, when he spoke to the Pharisees, he talked about a father waiting by the gate for a son to come back. അതുകൊണ്ടാകുന്നു യേശുക്രിസ്തു പരീശന്മാരോട് പറഞ്ഞപ്പോൾ തന്റെ മകന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പിതാവിന്റേതായിട്ടുള്ള ചിത്രം അവിടെ പറഞ്ഞിരിക്കുന്നത്. Fatherhood is a divine role. പിതൃത്വം എന്ന് പറയുന്നത് അതൊരു ദൈവികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. It is not an incidental thing that happened when you decided to get married. അത് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഭവമല്ല. It is an ordained responsibility from God. അത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കൽപ്പിതമായിട്ടുള്ള ഒരു വേലയാണ്, ഉത്തരവാദിത്തം. Fathers, listen to me. You are ordained to be a father by God. പിതാക്കന്മാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമേ, നിങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാകും. This role originated from God himself. ഈ റോൾ തുടങ്ങിയത് തന്നെ ദൈവത്തിൽ നിന്നാണ്. It is a heavenly call. അത് സ്വർഗീയമായ വിളിയാണ്. Becoming a father, പിതാവാകുക എന്ന് പറയുന്നത്, or a grandfather, അല്ലെങ്കിൽ ഒരു അപ്പച്ചനാകുക എന്ന് പറയുന്നത്, for some people a stepfather or a foster home father, സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ, or even becoming a step in, someone who steps into the role of being like a model or a father to somebody who does not have one. അല്ലെങ്കിൽ ഒരു പിതാവില്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു മാതൃകയായി അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്ന ചില പിതാക്കന്മാർ is someone who's taking responsibility on behalf of God. അവർ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തം എടുക്കുകയാണ്. And that father, God is calling the father to stand as the head of his home. ദൈവം ആ പിതാവിനെ വിളിക്കുന്നത് ആ ഭവനത്തിൻ്റെതായിട്ടുള്ള നാഥനായിട്ടാകുന്നു. Now the head of the home, when we men, especially from a patriarchal society here, head of the home, the first thing that comes to our mind is give orders. അപ്പോൾ ആ ഒരു ഭവനത്തിൻ്റെതായിട്ടുള്ള നേതാവ് എന്നുള്ള രീതിയിൽ നാം കേൾക്കുമ്പോൾ നമ്മുടെ അപ്രകാരമുള്ള നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നാം ആദ്യം ചിന്തിക്കുന്നത് കൽപ്പിക്കുക എന്നുള്ളതാണ്. But actually the head of the home is the one that from nothing he originates and creates everything. എന്നാൽ ആ ഭവനത്തിൻ്റെതായിട്ടുള്ള ആ പിതാവ് അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തതിൽ നിന്ന് സകലത്തിനെയും ഉണ്ടാക്കുന്നവനാണ്. So when there's nobody to take orders, അതുകൊണ്ട് കൽപ്പന ഒന്നും ലഭിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ആരുമില്ലാത്തപ്പോൾ the father of the home models it out so that others can watch him and imitate him. ആ പിതാവ് ആ മാതൃകയായിക്കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായി മാറുന്നു. Our culture has taught us to model in a very different way. നമ്മുടെ സംസ്കാരം പലപ്പോഴും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പല മാതൃകകളാണ്. God has not called you to become an oversized or overgrown undisciplined boy. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വളർന്ന് വലുതായിരിക്കുന്ന അച്ചടക്കമില്ലാത്ത ഒരു ആൺകുട്ടിയാകാനായിട്ടല്ല. But with to be a man of character, passion and godliness. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വഭാവമുള്ള അതോടൊപ്പം തന്നെ ആവേശമുള്ള ഒരു പുരുഷനാകുവാനാണ്. But in today's time and age, many fathers are overgrown boys. എന്നാൽ ഇന്നത്തെ കാലത്ത് പല പിതാക്കന്മാരും വളർച്ച കൂടിയതായിട്ടുള്ള ആണുങ്ങളാണ്. Because they grew and were not raised. കാരണം അവർ വളർന്നു എന്നാൽ അവർ വളർത്തപ്പെട്ടു. We don't want to make a mistake in the days going ahead. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള അപ്രകാരമുള്ള തെറ്റുകൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. God wants us as fathers to be engaged in families. ദൈവത്തിന്റെ ആഗ്രഹം പിതാക്കന്മാർ കുടുംബങ്ങളുമായി ഇടപെടണമെന്ന് തന്നെയാണ്. Because the role of the father is really huge. കാരണം ഒരു പിതാവിന്റെ
പിതാവിൻ്റെതായിട്ടുള്ള റോൾ അത് വളരെ വലുതാണ്. What does a Christian father represent? ഒരു ക്രിസ്തീയ പിതാവ് എന്തിനെല്ലാം പ്രതിനിധീകരിക്കുന്നു? If you understand the spirit of what I'm going to share, it'll blow your mind. ഞാൻ ഈ പങ്കുവെക്കുന്നതിൻ്റെതായിട്ടുള്ള ആ ആത്മാവ് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അത് നിങ്ങളെ ഏറെ ചിന്തിപ്പിക്കും. Firstly, the day you became a father, ആദ്യമായിട്ട് നിങ്ങളൊരു പിതാവായ ദിവസം, or those of you that will be fathers in your lifetime, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സമയത്ത് നിങ്ങൾ പിതാക്കന്മാരാകാൻ പോകുന്നവർ, you are firstly a fatherhood represents God in heaven. ആദ്യമായിട്ട് നിങ്ങളുടെ പിതൃത്വം സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെതായിട്ട് നിങ്ങളെ പ്രതിനിധീകരിക്കുകയാണ്. Which means God is saying, go and represent me on my behalf. അപ്പോൾ ദൈവം പറയുകയാണ് അതിന്റെ അർത്ഥമായിട്ട് നിങ്ങൾ പോയി നിങ്ങൾ എന്നെ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുക. Of course we have faults and mistakes. തീർച്ചയായിട്ടും നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് തെറ്റുകളുണ്ട്. But that does not mean we take lightly the responsibility of representing God in heaven. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സ്വർഗസ്ഥനായിരിക്കുന്ന ഈ പിതാവിനെ പ്രതിനിധീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നാം നിസ്സാരമായി എടുക്കരുത്. So if we have a vulgar tongue, അതുകൊണ്ട് നമുക്ക് ഭോഷത്വമുള്ള നാവുണ്ടെങ്കിൽ, that means we are representing to our children, this is the godly order of heaven. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം നമ്മുടെ മക്കളോട് പറയുക ഇതാകുന്നു സ്വർഗത്തിലുള്ള ദൈവിക ക്രമം. If we have an undisciplined life, നമുക്ക് അച്ചടക്കമില്ലാത്തതായിട്ടുള്ള ജീവിതശൈലി ആകുന്നു, this is what we are telling our generations, God in heaven is indisciplined. നാം തലമുറകളോട് പറയുകയാകുന്നു സ്വർഗത്തിലെ ദൈവവും ഇതുപോലെ അച്ചടക്കമൊന്നുമില്ലാത്ത ദൈവമാകുന്നു. If we have no time for our children, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് സമയമില്ല എങ്കിൽ, we are telling God, the generations, God in heaven has no time for you. നാം തലമുറകളോട് പറയുകയാണ് സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി സമയമൊന്നുമില്ല. What a huge responsibility. അത് എന്ത് വലിയ ഉത്തരവാദിത്തമാണ്. Fathers, I'm not here to tell you that you have to be perfect. പിതാക്കന്മാരെ ഞാനിന്ന് നിങ്ങളോട് പറയാനാകും നിങ്ങൾ എല്ലാം തികഞ്ഞവരാകണമെന്നല്ല. God says he wants us to be perfect as heavenly Father is perfect, but we are not perfect. ദൈവം നമ്മോട് പറയുന്നുണ്ട് തന്റെ സ്വർഗസ്ഥനായ പിതാവ് പ്രകാരം തികഞ്ഞിരിക്കുന്നു, അതുപോലെ നിങ്ങൾ തികഞ്ഞിരിക്കണം എന്ന്. എന്നാൽ നാം അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ. But God wants us to pursue that. എന്നാൽ നാം അതിനെ അന്വേഷിച്ച് മുന്നേറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് We represent God of heaven. നാം സ്വർഗത്തിലെ ദൈവത്തെ നാം പ്രതിനിധീകരിക്കുന്നു. Fathers are responsible for the beginning. പിതാക്കന്മാർ ആരംഭത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും. God was the creator. ദൈവമാകുന്നു സൃഷ്ടിച്ചത്. In the same way, a child is never born without the cooperation of a father. അതുപോലെ തന്നെ ഒരു പിതാവിന്റെ സഹകരണമില്ലാതെ ഒരു കുഞ്ഞിന് ജനിക്കുവാൻ കഴിയുകയില്ല. A mother herself cannot give birth to a child. ഒരു അമ്മയ്ക്ക് മാത്രമായിട്ട് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ കഴിയുകയില്ല. Unless of course it's the virgin birth. അല്ലെങ്കിൽ പിന്നെ കന്യക ഗർഭം ധരിച്ചത് മാത്രമേ കഴിയുകയുള്ളൂ. But even in that there was a command from the father. അവിടെയും പിതാവിൽ നിന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു. God sent his son. ദൈവം തന്റെ പുത്രനെ അയച്ചു. A father is the originator and the creator. ആ പിതാവാകുന്നു ഉൽപാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിപ്പിക്കുന്നത്. He is responsible to set course for the family. ഈ കുടുംബത്തിൻ്റെതായിട്ടുള്ള വഴിയെ മുന്നോട്ട് തെളിക്കേണ്ടത് ഈ പിതാവാകുന്നു. He is not only he is the beginning of the family. ഈ പിതാവാകുന്നു ആ കുടുംബത്തിന്റെ ആരംഭം. He is the source of the child. ഈ കുഞ്ഞിൻ്റെതായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് പിതാവാകുന്നു. Through the command of God. അത് ദൈവത്തിന്റെ കൽപ്പനയിലൂടെ. By the power of the Holy Spirit. പരിശുദ്ധാത്മ ശക്തിയാൽ. And through the coming together of a father and mother together. അതോടൊപ്പം തന്നെ ആ അമ്മയും അപ്പനും അമ്മയും ഒന്നിച്ചു വരുന്നതിലൂടെ. Together they start that family. അവർ ഒന്നിച്ച് ആ കുടുംബം ആരംഭിക്കുന്നു. What does a father represent? ഒരു പിതാവ് എന്തിനെല്ലാം പ്രതിനിധീകരിക്കുന്നു? He represents love. ആ പിതാവ് സ്നേഹത്തിന്റെ പ്രതിനിധിയാണ്. He loves his wife and he loves his children. തന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ തന്റെ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു. In fact, many years ago I heard a beautiful saying which I have tried to pursue. അനേക വർഷങ്ങൾക്ക് മുമ്പാകെ ഞാൻ ഇങ്ങനെ ഒരു വാചകം കേട്ടു, ഞാൻ ഇന്നും അതിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. The greatest gift a father can ever give his children ഒരു പിതാവിന് തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയതായിട്ടുള്ള സമ്മാനം is to love his wife. അത് തന്റെ ഭാര്യയെ സ്നേഹിക്കുക I എന്നുള്ളതാണ്. said is to love his wife. ഞാൻ പറയുകയാണ് അത് തന്റെ ഭാര്യയെ സ്നേഹിക്കുക When the എന്നുള്ളതാണ്. children see that the father has loved their mother till the last day, that leaves them with a mighty impression on their heart. കുഞ്ഞുങ്ങൾ ഇത് കാണുകയാണ്, അതായത് പിതാവ് തന്റെ ഭാര്യയുടെ അവസാന നാൾ വരെയും ഞങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് വലിയ ഒരു സ്വാധീനമാണ് You may ചെലുത്തുന്നത്. not have the money others have. നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റുള്ളവരുടെ പക്കലുള്ള You പണമില്ലായിരിക്കാം, may not have the cars others have. മറ്റുള്ളവർക്കുള്ള കാറുകളൊന്നും You ഇല്ലായിരിക്കാം, may not have the homes others have. മറ്റുള്ളവർക്കുള്ള തരത്തിലുള്ള ഭവനങ്ങളൊന്നും ഇല്ലായിരിക്കാം. But you can have a family that many don't have. എന്നാൽ മറ്റു പലർക്കും ഇല്ലാത്തൊരു കുടുംബം നിങ്ങൾക്കുണ്ടാകുവാൻ കഴിയും. God gives a unique possibility to all fathers. ദൈവം എല്ലാ പിതാക്കന്മാർക്കും തനതായിട്ടുള്ള ഒരു അവസരം നൽകുകയാണ്. The children will learn to love and honor others as they watch you. നിങ്ങളെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പഠിക്കും. Your son
sons will learn to love their wives as they watch you love their mother. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അമ്മയെ സ്നേഹിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ തങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണം എന്നുള്ളത്. Fathers represent example. പിതാക്കന്മാർ അവർ ഉദാഹരണത്തിൻ്റെതായിട്ടുള്ള വ്യക്തികളാണ്. Proverbs 23:26 says like this. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. My son, give me your heart. മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. And let your eyes observe my ways. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കണം. Which means the Bible says, do what I do. തിരുവചനത്തിൽ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാകുന്നു, ഞാൻ ചെയ്യുന്നത് നീ ചെയ്യുക. Every time we live a particular kind of lifestyle, ഓരോ തവണയും നാം പ്രത്യേകമായിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്കുണ്ടാകുമ്പോൾ, remember we will end up influencing our generation like that. ഓർക്കുക, നമ്മുടെ തലമുറയും നാം ഈ രീതിയിലാകുന്നു സ്വാധീനിക്കുന്നത്. That is why Jesus said, അതുകൊണ്ടാകുന്നു യേശു പറഞ്ഞത്, forgive as Christ has forgiven you. യേശു ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക. That is why Jesus said, അതുകൊണ്ടാകുന്നു യേശു പറഞ്ഞത്, I have come to do the will of my Father. ഞാൻ വന്നിരിക്കുന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാകും. That's why Paul said, as a spiritual father, അതുകൊണ്ടാകുന്നു ആത്മീയ പിതാവ് എന്ന നിലയിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞത്, imitate me as I imitate Christ. ഞാൻ ക്രിസ്തുവിനെ എങ്ങനെ അനുകരിക്കുന്നു അതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. Because fathers represent a model to the family. കാരണം പിതാക്കന്മാർ കുടുംബത്തിന് ഒരു മാതൃകയാണ്. Fathers instruct and teach the children. പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. Ephesians 6:4 says, raise them up in the training of the Lord. എഫെസ്യ ലേഖനത്തിൻ്റെതായിട്ടുള്ള 6-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാകുന്നു, അതായത് അവരെ ദൈവത്തിൻ്റെതായിട്ടുള്ള പത്യോപദേശത്തിൽ വളർത്തുവിൻ. Fathers represent strength. പിതാക്കന്മാർ ബലത്തെ കാണിക്കുന്നു. You know, they have strength to do things. അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ബലമുണ്ട്. My wife always asked me to do the hard things in the house. എന്റെ ഭാര്യ എപ്പോഴും എന്നോട് ഭവനത്തിലുള്ള കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പറയും. That's the role of a father. അതൊരു പിതാവിന്റെ കാര്യമാണ്. It's not a shame to do those things. അത് ചെയ്യുന്നത് ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമല്ല. So do the hard things because you have power. നിങ്ങൾക്ക് ശക്തി ഉള്ളതുകൊണ്ട് കഠിനമായിട്ടുള്ള നിങ്ങൾ ചെയ്യുക. And do every other thing because you have love. നിങ്ങൾക്ക് മറ്റ് സ്നേഹമുള്ളത് കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുക. Hallelujah. Hallelujah. I know people struggle with role, stereotyping and all of that. Do everything in love. എനിക്കറിയാം പലവിധമായുള്ള റോളുകളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ കൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാം സ്നേഹത്തിൽ ചെയ്യുക. If you have love, father and mother will do everything. Everything mother is unable to do, father must do. സ്നേഹമുണ്ടെങ്കിൽ അപ്പന് ചെയ്യുവാൻ കഴിയാത്തത് അമ്മ ചെയ്യും, അമ്മയ്ക്ക് ചെയ്യുവാൻ കഴിയാത്തത് അപ്പൻ ചെയ്യും, ഒന്നിച്ച് ചെയ്യുകയും ചെയ്യും. So when they see father has strength, അതുകൊണ്ട് പിതാവിന് ശക്തി ഉണ്ടെന്ന് കാണുമ്പോൾ the children believe God the Father has strength. മക്കൾ ചിന്തിക്കുകയാണ്, സ്വർഗ്ഗസ്ഥനായ പിതാവിന് ശക്തിയുണ്ട്. Father represents protection. പിതാവ് സംരക്ഷണത്തെ കാണിക്കുന്നു. He is the one that protects the family. പിതാവാകുന്നു ആ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. You know, when my children need food, they know where to go. നിങ്ങൾക്കറിയാമോ, അതായത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ എവിടെ പോകണമെന്ന് അവർക്കറിയാം. When my son, when he wants something he likes, he goes to his mama. അപ്പം എന്റെ മകൻ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണമെന്ന് അവൻ ആഗ്രഹമുള്ളപ്പോൾ അവന്റെ അമ്മയുടെ അടുക്കൽ പോകും. 3 months between January and March, my son and I were living alone in Dubai. നിങ്ങൾക്കറിയാമോ, ജനുവരിയിലും മാർച്ചിലെ ആ 3 മാസം ഞാനും എന്റെ മകനും ദുബായിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Those 3 months, because I had things to do, I had a menu and everything went by the menu and we stuck to the menu. അപ്പോൾ ആ 3 മാസം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നോണ്ട് ഞങ്ങൾക്ക് ഒരു മെനു ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ മെനു അനുസരിച്ച് മാത്രം ജീവിച്ചു. And one of the fastest thing to cook is biryani. എളുപ്പത്തിൽ വേഗത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ബിരിയാണിയാണെന്ന് മനസ്സിലായി. In my house we had a big container of biryani all the time. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ബിരിയാണിയുടെ ഒരു ചെമ്പ് എപ്പോഴും ഉണ്ടായിരുന്നു. Anybody came home, they would, we would serve them. We always had enough food. അപ്പോൾ ആര് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കും. They will eat the biryani and they will say, "Wow, pastor." അപ്പോൾ ആ ബിരിയാണി കഴിച്ചതിന് ശേഷം അവർ പറയും, പാസ്റ്റർ വളരെ നന്നായിട്ടുണ്ട്. My son will open the fridge, look at the biryani, say, "No." അപ്പം എന്റെ മകനാണെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് ബിരിയാണി കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് വേണ്ട. No, everyday biryani. ഇതെന്തായാലും വേണ്ട. And then his mother came. അപ്പോഴത്തേക്കും അവന്റെ അമ്മ വന്നു. "Mone, what do you want?" മോനെ എന്ത് വേണം? "What do you want?" എന്ത് വേണം? Mothers are different. അമ്മമാര് വളരെ വ്യത്യസ്തരാണല്ലോ. But fathers represent, provision, protection. എന്നാൽ പിതാക്കന്മാർ ആ സംരക്ഷണത്തെ കാണിക്കും. If they want something good to eat, they go to the mother. അവർക്ക് നല്ലത് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുക്കൽ പോകും. But if there's a noise in the backyard, എന്നാൽ പുറകിൽ ഒരു ബഹളം
ഭാരമുണ്ടെങ്കിൽ they go to the Father. അവർ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. Because Father represents protection. കാരണം പിതാവ് സംരക്ഷണത്തെ കാണിക്കുന്നു. When you raise up your children, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ if you can't give them a lot of money, അവർക്ക് അധികമായിട്ടുള്ള പണമൊന്നും കൊടുക്കാൻ just കഴിഞ്ഞില്ലെങ്കിൽ give them a lot of love. അവർക്ക് അധികം സ്നേഹം നൽകിയാൽ, Give them a lot of protection. അവർക്ക് ഒരുപാട് സംരക്ഷണം നൽകിയാൽ, Till their dying day, they will honor you as a father. അവരുടെ മരണ ദിവസം വരെയും ഒരു പിതാവ് നിലയിൽ അവർ നിങ്ങളെ In ബഹുമാനിക്കും. small ways, they will remember what a good father you were. ചെറിയ കാര്യങ്ങളിൽ അവർ ചിന്തിക്കും, അല്ലെങ്കിൽ ഓർക്കും നിങ്ങൾ എത്രമാത്രം നല്ല പിതാവായിരുന്നു A എന്ന്. father is a provider. ഒരു പിതാവ് ഒരു നൽകുന്നവനാകും. Because God so loved the world that he gave. കാരണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം നൽകി. A father is a giver. പിതാവ് നൽകുന്നവനാകും. And he always wants to give. പിതാവിന് നൽകിക്കൊണ്ടേയിരിക്കണം. I know there are selfish fathers. എനിക്കറിയാം അവിടെ സ്വാർത്ഥതയുള്ള പിതാക്കന്മാരുണ്ടെന്ന് അറിയാം. Because many of us are living in a fallen world, we have lived selfishly. കാരണം നാം എല്ലാവരും വീണു പോയിരിക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മിൽ സ്വാർത്ഥതയുണ്ട്. But we are called by God to be providers. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കരുതുവാനും നൽകുവാനുമാകുന്നു. A father represents covering. പിതാവ് ഒരു കവറിങ്ങിനെ കാണിക്കുന്നു. When the father of the home is there, the children know they are under covering. ഒരു പിതാവ് ഭവനത്തിലുള്ളപ്പോൾ ഒരു പുതപ്പിന്റെ മറയ്ക്കപ്പെടുന്നതായിട്ടുള്ള ഒരു A അനുഭവം. wife knows she is under covering. ഒരു ഭാര്യയ്ക്ക് അറിയാം താൻ ഒരു പുതപ്പിന്റെ അല്ലെങ്കിൽ ഒരു മറ തനിക്കുണ്ടായെന്നുള്ളത്. Oftentimes women in homes, they want to get out of the husband's covering, but when they are out, they want to get under a husband's പല covering. സമയത്തും ഭാര്യമാർക്ക് ആ ഭവനത്തിൽ നിന്ന് പിതാവിന് അല്ലെങ്കിൽ ഭർത്താവിന്റെ ആ മറവിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹമാണ്. എന്നാൽ പുറത്തു പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉടനെ അകത്ത് വരണമെന്നാണ്. Because a covering is a powerful thing. കാരണം ആ മറവ് എന്ന് പറയുന്നത് അത് വലിയ ശക്തമായ ഒരു കാര്യമാണ്. Fathers, you're the ones that give a covering to your home. പിതാക്കന്മാരെ, നിങ്ങളുടെ ഭവനങ്ങൾക്ക് നിങ്ങളാകുന്നു ആ മറവ് നൽകുന്നത്. What else the father represents? മറ്റെന്തെല്ലാം ആകുന്നു ഒരു പിതാവ് പ്രതിനിധീകരിക്കുന്നത്? Represents belonging. പിതാവാകുന്നു അവിടുത്തെ ബന്ധം കാണിക്കുന്നു. You are known to belong to this family. നിങ്ങളുടെ ഉടമസ്ഥത എവിടെയെന്നുള്ളത് ആ കുടുംബത്തിലേക്കെന്നുള്ളത് പിതാക്കന്മാരാകുന്നു You വെളിപ്പെടുന്നു. belong to this family or that family by the name of your father. നിങ്ങളുടെ പിതാവിന്റെ നാമം വെച്ചുകൊണ്ടാകുന്നു നിങ്ങൾ ഏത് കുടുംബത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ള വെളിപ്പെടുന്നു. When I go around in my village, ഞാൻ എന്റെ ഗ്രാമത്തിൽ പോകുമ്പോൾ back in the day, അന്നത്തെ കാലത്ത് they would say that is Raju's son. അത് രാജുവിന്റെ മോനാണെന്ന് പറയും. They never said that is Pudiyamma's son. അത് പൊടിയമ്മയുടെ മോനാന്ന് പറഞ്ഞിട്ടില്ല. Of course they did among the mothers. അമ്മമാരുടെ ഇടയിൽ പറയുമായിരിക്കും. But there is an identity that is passed on, a belonging in the home. എന്നാൽ ആ ഭവനത്തിൽ ഞാൻ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ ഭവനത്തിന്റേതാകുന്നു എന്ന് പറയുന്നതിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. We get our identity from fathers. നമ്മൾക്ക് ആ വ്യക്തിത്വം ലഭിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നാകും. Many people are today lost for identity. അനേക വ്യക്തികൾ ഇന്ന് അവരുടെ വ്യക്തിത്വം എന്തെന്ന് അറിയാതെ ഇരിക്കുകയാണ്. They don't know who they are, why they are there, what they're supposed to do. അവർ എവിടെ നിന്നാകുന്നു, അവർ ആരാകുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് അറിയാതെ ജീവിക്കുന്നു. Fathers give inheritance. പിതാക്കന്മാരാകുന്നു ഓഹരി നൽകുന്നു. Even if it is a small one, fathers give inheritance. അത് ചെറുതാണെങ്കിൽ പോലും പിതാക്കന്മാർ ഓഹരി നൽകുന്നു. Fathers give leadership to the home, പിതാക്കന്മാർ ഭവനത്തിൽ നേതൃത്വം നൽകുന്നു. making the family a mission family. ആ കുടുംബത്തെ ഒരു ദൗത്യമുള്ള കുടുംബമായി മാറ്റിക്കൊണ്ട് Fathers represent authority, പിതാക്കന്മാർ അധികാരത്തെ കാണിക്കുന്നു. the authority of God. ദൈവത്തിന്റെ അധികാരം. But they also represent discipline. എന്നാൽ അവർ ഇതും കാണിക്കുന്നു, അതായത് അച്ചടക്കം. When there is rebellion to authority, there is judgment. അധികാരത്തെ മറുക്കുമ്പോൾ അവിടെ ന്യായവിധിയുണ്ട്. But it doesn't stop there. When there is judgment, fathers also represent mercy. എന്നാൽ അത് അവിടെ നിൽക്കുന്നില്ല. എന്നാൽ ന്യായവിധി ഉള്ളപ്പോൾ പിതാക്കന്മാർ കരുണയും വെളിപ്പെടുത്തുന്നു. All this together is encapsulated in God the Father. ഇതെല്ലാം പിതാവാകുന്ന ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു. And God wants us as earthly fathers to imitate heavenly father. ദൈവം ഭൂമിയിലുള്ള പിതാക്കന്മാരായിരിക്കുന്ന നാം ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ അനുകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Our challenge today is that fathers are failing all over the world. ഇന്ന് നമ്മുടെ വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ലോകമെമ്പാടും പിതാക്കന്മാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. That is why 1 Corinthians chapter 16 verse 13 says, അതുകൊണ്ടാകുന്നു 1 കൊരിന്ത്യർ 16 അധ്യായത്തിൻ്റെതായിട്ടുള്ള 13ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, be watchful, stand firm in the faith, act like men. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ. Be
be strong, ശക്തിപ്പെടുവിൻ, act like men. പുരുഷത്വം കാണിപ്പിൻ. What does the Bible mean when it says act like men? പുരുഷത്വം കാണിപ്പിൻ എന്ന് പറയുമ്പോൾ ഈ തിരുവചനം എന്താണ് പറയുന്നത്? Be watchful, stand strong in the faith, act like men. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ. Which means walking with God, obeying God and loving the family and representing God in the family is true manhood. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം നടക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക, കുടുംബത്തിന് വേണ്ടി കരുതുക, കുടുംബത്തെ സ്നേഹിക്കുക, ഇതെല്ലാം അത് യഥാർത്ഥമായിട്ടുള്ള പുരുഷത്വമാണ്. Manhood is not in muscle. പുരുഷത്വം എന്ന് പറയുന്നത് നമ്മുടെ മസിലിന്റെ വലിപ്പമല്ല. Manhood is in our manner of life. എന്നാൽ പുരുഷത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വഴിയെക്കുറിച്ചാണ്. Hallelujah. That's why even if you are not strong, അതുകൊണ്ടാകുന്നു നിങ്ങൾ അപ്രകാരം ബലവാനല്ല എങ്കിലും you can be a man. നിങ്ങൾക്ക് ഒരു പുരുഷനാകുവാൻ A കഴിയും. real man who through the manner of life. ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ ജീവിച്ചുകൊണ്ട് യഥാർത്ഥ പുരുഷനാകുവാൻ. You look at a king called Hezekiah in the Bible. ഹെസക്കായ എന്നുള്ള രാജാവിനെ കുറിച്ച് നാം കാണുമ്പോൾ Hezekiah, the prophet told him, you know, you're going to live another 15 years. ഹിസ്കിയാവിനോട് പറയുകയാണ്, നീ അടുത്ത 15 വർഷം നീ ജീവിക്കാൻ പോകുന്നു. But destruction will come because you disobeyed God. എന്നാൽ നീ ദൈവത്തെ അനുസരിക്കായക കൊണ്ട് നാശം സംഭവിക്കും. Hezekiah is saying, okay, as long as it doesn't happen in my lifetime, I'm okay. ഹിസ്കിയാവ് പറയുകയാണ്, എന്റെ കാലത്ത് നടക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല. He was a failed father. താൻ ഒരു പരാജയപ്പെട്ട പിതാവായിരുന്നു. Because he didn't stand in the role that God had kept him. He was interested in himself and not interested in his generation. കാരണം ദൈവം തന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നിൽക്കാതെ താൻ തന്നെ കുറിച്ച് മാത്രം സ്വാർത്ഥമായി ചിന്തിക്കുകയും തന്റെ തലമുറകളെ കുറിച്ച് കരുതാതിരിക്കുന്ന മനുഷ്യനായിരുന്നു. A research that came out of South Africa showed these statistics. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഗവേഷണ ഫലം ഇങ്ങനെ പറയുകയാണ്, 63% of suicides of people, children came from fatherless homes. 63% ആത്മഹത്യകൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാക്കന്മാരില്ലാത്ത ഭവനത്തിൽ. 70% of juvenile delinquents in prisons were from fatherless homes. 70% ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോയിരിക്കുന്ന മക്കൾ അവർ പിതാക്കന്മാരില്ലാത്തതായിട്ടുള്ള ഭവനത്തിൽ നിന്നാണ്. They found 80% of rapists, people that raped others, came from fatherless homes. 80% ബലാത്സംഗത്തിൻ്റെതായിട്ടുള്ള കേസുകളിൽ വന്നിരിക്കുന്ന വ്യക്തികളും അത് പിതാക്കന്മാരായി ഇല്ലാത്ത ഭവനത്തിൽ. 40% of all children they found out in their country did not live with their fathers in the home. 40% കുഞ്ഞുങ്ങൾ ആ രാജ്യത്ത് ജീവിക്കുന്നത് അവർ അവരുടേതായിട്ടുള്ള പിതാക്കന്മാരുടെ കൂടെ ജീവിക്കാത്തവരാണ്. They found that 85% of behavioral problems came from homes where the father was absent or not engaged with the children. 85% സ്വഭാവത്തിൽ വൈകൃതങ്ങളുള്ള, സ്വഭാവത്തിൽ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ പിതാക്കന്മാരില്ലാത്തത് അല്ലെങ്കിൽ പിതാക്കന്മാർ ഇടപെടാത്തതായിട്ടുള്ള ഭവനത്തിൽ. They found 80% of the homeless children were from fatherless homes. 80% ഭവനമില്ലാത്ത കുഞ്ഞുങ്ങൾ അവർ വന്നിരിക്കുന്നത് അവർ പിതാക്കന്മാരില്ലാത്ത ഭവനത്തിൽ. And 71% of children that didn't finish school were from fatherless homes. 71% കുഞ്ഞുങ്ങൾ അവർ സ്കൂൾ പൂർത്തിയാക്കാത്തത് അവർ വന്നിരിക്കുന്ന പിതാക്കന്മാരില്ലാത്ത ഭവനത്തിൽ. They found out that men committed 90% of major crimes. അവർക്ക് കാണുവാൻ കഴിഞ്ഞു 90% കുറ്റകൃത്യങ്ങളും ചെയ്തിരിക്കുന്ന പുരുഷന്മാരാണ്. 95% of burglaries. 95% മോഷണങ്ങൾ. 91% of offenses against the family. കുടുംബത്തിനെതിരായിട്ട് 91% ഇപ്രകാരം കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. And 94% of drunk drivers were men. 94% മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും പുരുഷന്മാരാണ്. This we must understand, the failure of the father becomes a failure of the family. നാം മനസ്സിലാക്കേണ്ടത് പിതാവിന്റെ പരാജയം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ പരാജയമായി മാറുകയാണ്. This is why God came in and said, I am a loving father. അതുകൊണ്ടാകുന്നു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന പിതാവാകുന്നു. God wanted us to understand you are not fatherless. ദൈവം നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പിതാവില്ലാത്തവരല്ല. That God wants you to be a godly father just like he is a godly father. ദൈവത്തിന്റെ ആഗ്രഹം ദൈവം എപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവായിരിക്കുന്നു അതുപോലെ നിങ്ങളും ആകണമെന്നാകും. As a father, God will give you strength to be a lighthouse. ഒരു പിതാവ് എന്ന നിലയിൽ ഒരു വെളിച്ചത്തിൻ്റെതായിട്ടുള്ള ഗോപുരമാകുവാനായിട്ടുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകും. Fathers first must be godly men. പിതാക്കന്മാർ ആദ്യം ദൈവികരായിരിക്കണം. They must walk with God. അവർ ദൈവത്തോടൊപ്പം നടക്കണം. They must love their family unconditionally. അവർ വ്യവസ്ഥകളില്ലാതെ അവരുടെ കുടുംബത്തെ സ്നേഹിക്കണം. And they must train their children to walk with God. അവരുടെ കുഞ്ഞുങ്ങളെ ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ട് അവർ പരിശീലിക്കണം. One statistics I read blew my mind. ഒരു ഗവേഷണ ഫലം അല്ലെങ്കിൽ കണക്ക് പറഞ്ഞത് ഞാൻ ഇങ്ങനെ അത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. They found that when the mothers were the first in the family to turn to Jesus,
places, യേശുക്രിസ്തുവിലേക്ക് മാതാക്കൾ ആദ്യം വരുന്ന ഭവനങ്ങളിൽ they found out that 44% of the chances the children turn to God. കുഞ്ഞുങ്ങളും 44% സാധ്യതയാണ് കുഞ്ഞുങ്ങളും ദൈവഭാഗത്ത് വരുവാൻ. But when they found out when the father of the home was the first to turn to God, എന്നാൽ ദൈവഭാഗത്തേക്ക് ആദ്യം വരുന്നത് ആ ഭവനത്തിൽ നിന്ന് പിതാവാണെങ്കിൽ 94% times the children turn to God. 94% കുഞ്ഞുങ്ങൾ ദൈവഭാഗത്തേക്ക് വരും. That is the role of a father. അതാകുന്നു ഒരു പിതാവിൻ്റെതായിട്ടുള്ള വലിയ വേല. Today let us understand we must not take our call, divine call, lightly. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ദൈവികമായിട്ടുള്ള വിളി അതിനെ നാം നിസ്സാരമായി എടുക്കരുത്. If you're feeling you don't know how to lead, നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്ങനെ നയിക്കണമെന്ന് അറിയുകയില്ല, don't worry. നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടരുത്. Our father has given us the father's manual. നമ്മുടെ പിതാക്കന്മാരുടേതായിട്ടുള്ള ആ ഉപദേശത്തിന്റെ പുസ്തകം നമുക്ക് ഈ പിതാവ് തന്നിട്ടുണ്ട്. The word of God is available for us. ദൈവവചനം നമുക്ക് വേണ്ടിയുണ്ട്. If anyone lacks wisdom, let him ask of the father. ആർക്കെങ്കിലും ജ്ഞാനം ആവശ്യമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ പിതാവിനോട് ചോദിക്കുക എന്ന് പറയുക. If you don't know how to father, father will teach you. നിങ്ങൾ എങ്ങനെ ഒരു പിതാവായിരിക്കണം നിങ്ങൾക്ക് അറിയുകയില്ല എങ്കിൽ ഈ പിതാവ് നിങ്ങളെ പഠിപ്പിക്കും. Don't say I didn't have a good father. എനിക്കൊരു നല്ല പിതാവില്ലായിരുന്നു എന്ന് പറയരുത്. Many of us may not have had a good earthly father. ഒരുപക്ഷേ നമുക്ക് നമ്മിൽ പലർക്കും ഭൂമിയിൽ ഒരു നല്ല പിതാവ് ഉണ്ടായിരുന്നിരിക്കില്ല. Don't say I don't have a good father. അതുകൊണ്ട് എനിക്കൊരു നല്ല പിതാവില്ലായിരുന്നു എന്ന് പറയരുത്. Go and declare the truth. I have a good father. എന്നാൽ നിങ്ങൾ സത്യം വിളിച്ചു പറയുക, എനിക്കൊരു നല്ല പിതാവുണ്ട്. And he is an ever present father. ഈ പിതാവ് എന്നും എനിക്ക് വേണ്ടി ഉണ്ടാകുന്ന പിതാവാകുന്നു. Hallelujah. Hallelujah. So what does God want us to do as a father? അതുകൊണ്ട് ഒരു പിതാവായിരിക്കുമ്പോൾ ദൈവം നമ്മിൽ എന്ത് ആഗ്രഹിക്കുന്നു? Let us lead our homes. നമ്മുടെ ഭവനങ്ങളെ നമുക്ക് നയിക്കാം. Let us first lead ourselves well, because your legacy and your destiny of your generations is dependent on your fathering your family well. ആദ്യം നമുക്ക് നമ്മെ തന്നെ നന്നായിട്ട് നയിക്കാം. കാരണം നമ്മുടെ തലമുറകളുടെ മേലുള്ള ആ പാരമ്പര്യം അതിൻ്റെതായുള്ള ലക്ഷ്യസ്ഥാനം എല്ലാം നാം എപ്രകാരം നയിക്കുന്നുവോ അതിൽ ആസ്പദമായിരിക്കുന്നു. Lead the prayer in your homes. നിങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥന നിങ്ങൾ നയിക്കുക. Teach the word of God in your home. ദൈവവചനം നിങ്ങളുടെ ഭവനത്തിൽ പഠിപ്പിക്കുക. Challenge your children to be committed to Jesus. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് അവരെ താല്പര്യപ്പെടുത്തുക. Speak about God in your sitting down and your rising up. നിങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുക. Engage with the family daily. Don't just provide. ഓരോ ദിവസവും കുടുംബവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുക, നൽകുക മാത്രം ചെയ്യരുത്. Listen to me. Provision, even social security from the government can do. കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിൻ്റെതായുള്ള വ്യവസ്ഥകളിലൂടെയും നൽകുകയാണ്. Provision, even your wife's father can do as long as he lives. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പിതാവിന് വേണമെങ്കിലും അദ്ദേഹത്തിന്റെ ജീവനുള്ള കാലം അത്രയും വേണമെങ്കിൽ കാര്യങ്ങൾ കൊടുക്കാനൊക്കെ പറ്റും. But engaging and being the father of the home only you can do. എന്നാൽ ആ കുടുംബത്തിന്റെ പിതാവായിട്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇടപെടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. But what does the devil do? എന്നാൽ പിശാച് എന്ത് ചെയ്യും? He makes us feel sad about our mistakes. പിശാച് നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് തെറ്റുകളെ കുറിച്ച് നമ്മെ വിഷമിപ്പിക്കും. And we go into a father's cocoon. We don't want to talk to anybody. We hide behind everybody. അതിനുശേഷം നാം നമ്മുടേതായിട്ടുള്ള ഒരു അടഞ്ഞ അവസ്ഥയിലേക്ക് നാം പോകും. എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് ആരോടും ഇടപെടണ്ട. We never ask for help. നാം ആരോടും സഹായത്തിന് ചോദിക്കുകയില്ല. We don't. But God is saying, let us ask for help. എന്നാൽ ദൈവം പറയുകയാണ് നമുക്ക് സഹായം If ചോദിക്കാം. anyone lacks wisdom to be a good father, let us ask for help. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നല്ല പിതാവാകുവാനായിട്ട് ജ്ഞാനം ആവശ്യമെങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. Let's ask for help to Heavenly Father and to other leaders who are modeling a godly life. നമുക്ക് സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവിനോടും ഒരു നല്ല പിതാവായിക്കൊണ്ട് മാതൃകയായിരിക്കുന്ന മറ്റ് നേതാക്കന്മാരോട് നമുക്ക് ചോദിക്കാം. Not only that, finally, as I'm closing, fathers, God is calling you to lead a missional family. അതോടൊപ്പം തന്നെ ഞാൻ നിർത്തന മുമ്പാകെ പറയട്ടെ, പിതാക്കന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൗത്യമുള്ള കുടുംബമായി നിങ്ങൾ മുന്നേറാനാണ്. Don't just teach your children to take care of themselves. Teach your family to be responsible fathers. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കാനല്ല പഠിപ്പിക്കേണ്ടത്, എന്നാൽ നിങ്ങളുടെ കുടുംബത്തെ പഠിപ്പിക്കേണ്ടത് യേശുവിന് വേണ്ടി ജീവിക്കാനാണ്. Everybody is trying to protect their children from the world. എല്ലാവരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിൽ നിന്ന് എങ്ങനെ സൂക്ഷിക്കാമെന്നാ ശ്രദ്ധിക്കുന്നത്. When God sent his son into the world. എന്നാൽ ദൈവമാണെങ്കിലോ തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. Don't protect your children from the world so that they will miss the mission of God for the world. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ നിന്ന് സൂക്ഷിച്ച് അവർ ദൈവത്തിന്റെ ആ ദൗത്യം
ദൗത്യം തന്നെ നഷ്ടമാകുന്ന രീതിയിൽ അവരെ സൂക്ഷിക്കരുത്. What do you do? Go with them into the world. നിങ്ങൾ എന്ത് ചെയ്യണം? അവരോടൊപ്പം ഈ ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക് പോകുക. Jesus said, "Go in my name, and lo and behold, I will be with you till the end of age." യേശു പറഞ്ഞത് എന്താകും? നിങ്ങൾ എന്റെ നാമത്തിൽ പോകുക, ഈ ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം കാണും. The grace of God will be upon you. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകും. Today I want to tell you, the Bible says, ഞാൻ നിങ്ങളോട് പറയട്ടെ, തിരുവചനം പറയുന്നു, in the book of Malachi, and that says, "In the last days I will restore the hearts of the fathers to the children." മലാക്കിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുകയാകുന്നു, അവസാന നാളുകളിൽ പിതാക്കന്മാരുടെയും മക്കളുടെയും ഹൃദയത്തെ ഞാൻ നിരപ്പിക്കും. And God wants to restore that today. ദൈവത്തിന് അത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. So today, if you are a father, or you know on your life God is calling you to be a father in the coming days, അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു പിതാവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വരും നാളുകളിൽ ഒരു പിതാവാകും. it's a dream job. അതൊരു സ്വപ്നതുല്യമായിട്ടുള്ള വേലയാണ്. But no dream job is an easy job. എന്നാൽ സ്വപ്നതുല്യമായിട്ടുള്ള ജോലിയൊന്നും എളുപ്പമല്ല. I said no dream job is an easy job. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുകയാണ്, സ്വപ്നതുല്യമായിട്ടുള്ള ജോലിയൊന്നും എളുപ്പമല്ല. To become a surgeon, how many years of studies they put into it. ഒരു ശസ്ത്രക്രിയ വിദഗ്ധനാകുവാനായിട്ട് എത്ര വർഷങ്ങൾ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. Days and nights, sleepless nights, hard work, all of that. പകലും രാത്രിയും എല്ലാം ഉറക്കമില്ലാതെ ഉറക്കമിളച്ചൊന്ന് പഠിക്കുകയും അധ്വാനിക്കുകയും. Then how much more we need to invest, if that is to just do surgeries to keep people alive. ഒരു ശസ്ത്രക്രിയ ചെയ്ത് വ്യക്തികളെ ജീവനോടെ നിലനിർത്താൻ വേണ്ടി ആകുന്നു അത്രയും അധ്വാനമെങ്കിൽ, then how much more we have to invest into being a good and godly father, not to keep people alive but to give people life. എന്നാൽ എത്രമാത്രം ഒരു നല്ല ദൈവികനായിട്ടുള്ള പിതാവാകുവാനായിട്ട്, വ്യക്തികളെ രക്ഷിക്കുവാൻ മാത്രമല്ല, എന്നാൽ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ജീവൻ നൽകുവാനായിട്ട് എത്ര അധികം നാം ഉത്സാഹിക്കണം. Today I want to tell you, God the Father is there for you. ഇന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ, പിതാക്കന്മാരോട് പറയട്ടെ, ദൈവമാകുന്ന പിതാവ് നിങ്ങളോടുണ്ട്. Even in your old age He will take care of you. നിങ്ങളുടെ വാർദ്ധക്യത്തിലും ദൈവം നിങ്ങളെ കരുതും. He will continue to be Father. കർത്താവ് നിങ്ങളുടെ പിതാവായി തന്നെ നിൽക്കും. The other day I saw something that moved my heart. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം കണ്ടത് എന്നെ ഏറെ ചിന്തിപ്പിച്ചു, എന്റെ ഹൃദയത്തെ അത് കുലുക്കി. A 92-year-old father was driving to the hospital because his 70-year-old son was dying with cancer. 92 വയസ്സുള്ള പിതാവ് ഹോസ്പിറ്റലിലേക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. കാരണം 70 വയസ്സുള്ള തന്റെ മകൻ ക്യാൻസർ മൂലം മരിക്കുകയാണ്. He was going to take care of his son. തന്റെ മകനെ പരിപാലിക്കാൻ വേണ്ടി പോവുകയാണ്. That is fatherhood. അതാകുന്നു പിതൃത്വം. That is sacrifice till the end. അതാകുന്നു അവസാനം വരെ ത്യാഗം എന്നുള്ളത്. That is why, for God so loved the world that He, the Father, sent His only begotten Son, that whoever should believe in Him shall not perish but have everlasting life. അതുകൊണ്ടാകുന്നു ഈ പിതാവായിരിക്കുന്ന ദൈവം ഈ ലോകത്തെ ഇത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായിട്ടുള്ള പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആരെല്ലാം ആ പുത്രനിൽ വിശ്വസിക്കുന്നു അവർ നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കും. So we are going to pray together right now. അതുകൊണ്ട് നാം ഇപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. And those of us that have fathers, I want you to rise up to your feet. ഇന്ന് പിതാക്കന്മാരായിരിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാണ്. I believe there is a grace of God upon our lives this morning. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെതായുള്ള കൃപ നമ്മുടെ മേലുണ്ട്. People of God, I have come to tell you this morning, we have the best job in the whole world. ദൈവജനമേ, ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച വേലയാണ്. The anointing of God is upon you. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. The presence of the Holy Spirit is upon you. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ട്. Till your dying day you will be a father. നിങ്ങൾ മരിക്കുന്ന നാൾ വരെയും നിങ്ങൾ ഒരു പിതാവായിരിക്കും. Till God calls you home you will have a mission upon your life. നിങ്ങളെ ദൈവഭവനത്തോട് ചേർക്കുന്നത് വരെയും നിങ്ങൾക്ക് ഒരു ദൗത്യത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. So let us ask the Father this day. അതുകൊണ്ട് പിതാവിനോട് നമുക്ക് ഈ ദിവസം ചോദിക്കാം. Who will give us freely? നമുക്ക് സൗജന്യമായി നൽകുന്നത്. We are asking for wisdom today, O Lord. ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നു, കർത്താവേ, ജ്ഞാനം നൽകണം. Give wisdom to us as fathers. ഞങ്ങൾക്ക് പിതാക്കന്മാരുടേതായുള്ള ജ്ഞാനം നൽകണം. Give grace to us as fathers. കർത്താവേ, പിതാക്കന്മാരായിരിക്കും ഞങ്ങൾക്ക് കൃപ നൽകണമേ. That Lord, we will be able to raise and lead a generation of people, both our families and people out in the world as we lead missional families. അതായത് കർത്താവേ, അതിലൂടെ ആ കൃപയിലൂടെ കർത്താവേ വരുന്ന അനേകം തലമുറകളെ യേശുവിന്റെ ദൗത്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഭവനത്തിലും പുറത്തും വ്യക്തികളെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. If we have failed as fathers, forgive us. കർത്താവേ, പിതാക്കന്മാരെന്ന നിലയിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. But we can come boldly today to ask you. എന്നാൽ ഇന്ന് ഞങ്ങൾ ധൈര്യത്തോടെ അങ്ങയുടെ പക്കൽ വരുന്നു. We don't want to be overgrown boys. കർത്താവേ, വളർച്ച കൂടിയ ആൺകുട്ടികളായി
മക്കളാകാനല്ല ഞങ്ങൾ We ആഗ്രഹിക്കുന്നത്. want to be raised men എന്നാൽ കർത്താവെ വളർത്തപ്പെട്ടിരിക്കുന്ന പുരുഷന്മാരാകുവാൻ ഞങ്ങൾ that ആഗ്രഹിക്കുന്നു. will represent the Heavenly Father. അങ്ങനെ ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ ഞങ്ങൾ പ്രതിനിധീകരിക്കും. So we dedicate our lives to a lifetime of fatherhood. അതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ആജീവനാന്തം ഒരു പിതൃത്വത്തിന്റെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. Forgive us for our mistakes. കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. But today onwards, empower us for our mission. കർത്താവെ ഇന്നു മുതൽ ഞങ്ങളുടെ ദൗത്യത്തിന് വേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തണമേ. Help us to be an example. കർത്താവെ ഞങ്ങളെ ഒരു മാതൃകയാക്കണമേ. To walk in love. സ്നേഹത്തിൽ നടക്കുവാൻ. Unconditional love. വ്യവസ്ഥകളില്ലാതെ സ്നേഹത്തിൽ And to നടക്കുവാൻ. represent the fatherhood of God in our life. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ആ പിതൃത്വത്തെ കർത്താവെ അത് കർത്താവിന് മുമ്പാകെ നൽകുവാനായി. We thank you for strength today. ഇന്ന് ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. We submit our lives into your hands. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. And we give you the glory. എല്ലാ മഹത്വം അങ്ങേക്ക്. And we give you thanks. ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും നൽകുന്നു. I want everyone else around to just stretch your hands towards these men and thank God for their lives. ചുറ്റുമുള്ളവർ ഈ പുരുഷന്മാരുടെ നേരെ നിങ്ങളുടെ കരങ്ങളെ നീട്ടി അവർക്ക് നന്ദി പറഞ്ഞാണ്. Thank God for your husbands. Thank God for your fathers. Thank God for the people in your life, the men around you that are taking responsibility on behalf of God. We thank you, Lord, for all these men. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തോടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടി എല്ലാം ഇപ്പോൾ നിങ്ങൾ നന്ദി പറഞ്ഞു. We thank you for a godly generation. കർത്താവേ, ദൈവികമായിട്ടുള്ള തലമുറയ്ക്കായി ഞങ്ങൾ നന്ദി And പറഞ്ഞു. we bless them. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen. ആമേൻ. I want all the unmarried men to stand up. വിവാഹിതരല്ലാത്ത പുരുഷന്മാർ എഴുന്നേറ്റ് We're going to pray a blessing over you too. നിങ്ങൾക്ക് വേണ്ടിയും ഒരു അനുഗ്രഹം പ്രഖ്യാപിക്കുവാനാണ്. Preparing for fatherhood doesn't start after you get married. വിവാഹിതരായതിനു ശേഷമല്ല ഈ പിതൃത്വത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. Preparing for fatherhood starts now. ഈ പിതൃത്വത്തിന് വേണ്ടി ഒരുങ്ങുന്നത് ഇപ്പോൾ തന്നെയാണ്. You make a decision, Father, in Jesus' mighty name. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. അതായത് പിതാവേ യേശുവിന്റെ നാമത്തിൽ. We pray for all our unmarried men. കർത്താവേ, അവിവാഹിതരായിരിക്കുന്ന എല്ലാ പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. That their dream will not just to be married. കർത്താവേ, എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കുക ഉള്ളതായിരിക്കില്ല അവരുടെ സ്വപ്നം. So that they can have what they want. അവർക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും ലഭിക്കുവാനല്ല. I pray their dream will be to take up the greatest job in the world. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ സ്വപ്നം ഈ ഏറ്റവും മികച്ച വേല എടുക്കുവാനായിട്ടാണ്. To be a godly father and a godly husband. ഒരു ദൈവികനായിരിക്കുന്ന ഭർത്താവാകുവാനും പിതാവാകുവാനും. I pray a blessing on these young men. കർത്താവേ, ഈ യുവ പുരുഷന്മാരുടെ മേൽ കർത്താവേ ഞാൻ അനുഗ്രഹിച്ചു Let പ്രാർത്ഥിക്കുന്നു. them be mighty in the land. കർത്താവേ, അവർ ദേശത്ത് ബലവാന്മാരാകട്ടെ. Living sacrificially. കർത്താവേ, ത്യാഗത്തോടെ ജീവിച്ചുകൊണ്ട് Looking for the benefit of others rather than themselves. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അവരെക്കാൾ അധികമായിട്ട് തങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ We commit them to your grace. അങ്ങയുടെ കൃപയിലേക്ക് ഞങ്ങൾ അവരെ നൽകുന്നു. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Everybody said loud amen. എല്ലാവരും ഉറക്കിയവൻ ആമേൻ പറഞ്ഞാൽ. Amen. God bless you. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you.